ഭരണഘടനാ ദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. പഴയ പാർലമെന്റ് കെട്ടിടത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പാർലമെന്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യം മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളരുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഇന്ന് ഭരണഘടനാ ദിനമായി രാജ്യം ആചരിക്കുന്നത്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യക്ഷത വഹിച്ചു. മലയാളം ഉൾപ്പെടെ 9 ഭാഷകളിലുള്ള ഭരണഘടനയുടെ പരിഭാഷ രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. രാജ്യം ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി വളരുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. आज ही के दिन उस वर्ष हम भारत के लोगों ने अपने संविधान को अपनाया था. स्वाधीनता के बाद संविधान सभा ने भारत की अंतरिम संसद के रूप में भी कर्तव्य निर्वहन किया. ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.